ആധുനികവൽക്കരണത്തിന്റെ പിന്നാലെ നാം ഇന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും നമ്മുടെ കയ്യിൽ ഇന്ന് യഥേഷ്ടമുണ്ട്. എന്നാൽ ഈ ഗ്രാമത്തിലെ കുട്ടികൾ മൊബൈൽ ചാർജ് ചെയ്യാൻ അന്യ വീടുകളിലേക്കാണ് ആശ്രയം തേടി പോകുന്നത്. ഇതിന് പരിഹാരം കാണേണ്ടതില്ലേ? വൈദ്യുതിക്ക് അപേക്ഷ നൽകി തൊട്ടടുത്തുള്ള ഗ്രാമവാസികൾക്ക് ഇതിനോടകം വൈദ്യുതികൾ ലഭിച്ചിട്ടുണ്ട്. ഇവിടത്തുകാർക്ക് വൈദ്യുതി നേടിയെടുക്കാൻ ഏത് അറ്റം വരെയും പോകുമെന്നാണ് സ്ഥലവാസിയും സമരസമിതിക്ക് നേതൃത്വം നൽകുകയും സമ്പൂർണ്ണ വൈദ്യുതവൽക്കരണം പ്രഖ്യാപിച്ച് 10 വർഷം കഴിഞ്ഞ സംസ്ഥാനമാണ് നമ്മുടെ നാട്. ഇവിടെയാണ് ദയനീയ മുഖം നാം കാണുന്നത്. ഇത് കേരളത്തിന്റെ വൈദ്യുത ഭവനങ്ങളുടെ വാതിലുകളിലെത്തിയില്ലെന്നത് നമ്മെ ലജ്ജിപ്പിക്കുകയാണ്. സംസ്ഥാനത്തെ ഇടുക്കി ജലപ്പരപ്പിൽ നിന്ന് പള്ളിവാസൽ ജലവൈദ്യുതി പദ്ധതി വരെ നമ്മുടെ വൈദ്യുതി ഉൽപാദനം എത്തിനിൽക്കുമ്പോൾ നോക്കിക്കുത്തികളായ വൈദ്യുതി പോസ്റ്റുകൾക്ക് മുന്നിൽ അസ്തമയ സൂര്യന്റെ യാത്രാമൊഴിയെ ശപിച്ച് വിദ്യാഭ്യാസത്തിന്റെ വെല്ലുവിളിയും വാർദ്ധക്യത്തിന്റെ അവശതയെയും ശപിച്ച് കോളനികളെക്കാളും അവഗണനയിൽ ഒരു ജനത കർഷക പോരാട്ടത്തിന് ജന്മിത്വത്തിനെതിരെ നെഞ്ചകം കാട്ടിയ മുനയംകുന്ന് പോരാളികളുടെ ആവേശ തിരമാലകൾക്കിടയിൽ അവരുടെ ചുടു നിശ്വാസങ്ങൾക്കൊപ്പം ഇവിടെ ജീവിക്കുമ്പോൾ ഇവരുടെ വരും തലമുറ ഏറെ പ്രതീക്ഷയോടെ കൊതിക്കുകയാണ്. പുതിയ തലമുറ കരണ്ടിന്റെ മായാജാല കഥകൾ ഇവരോട് പുതിയ ഗാഥകൾ പറയുമ്പോൾ ഏറെ സ്വപ്നങ്ങൾ നെയ്യുകയാണ് ഇവിടുത്തെ കുരുന്നുകൾ. TV പരിപാടിയെല്ലാം കാണുന്നത് സ്കൂളിൽ നിന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇത് കറണ്ട് ഇല്ലതല്ല. അന്നേരം നമുക്കൊരു വിഷമാവുന്ന ഈ ഫോണും ടോർച്ചെല്ലാം കുത്താൻ അങ്ങ് ദൂരെ പോണം വീട്ടില്. അന്നേരം അവിടുന്ന് TV കാണുമ്പോൾ അവർക്ക് ഒരു ഇതാവും, പഠിക്കാൻ പറ്റുന്നില്ല, ലൈറ്റിന്റെ ഇതില്ലാത്തതുകൊണ്ട്. നമ്മൾ ചെറിയ കുട്ടികളാണ്. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ല. നമ്മൾ കറണ്ട് വരും വിചാരിച്ചിട്ടാണ് പ്രതികരിക്കുന്നത്. പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തിലെ 40 കുടുംബങ്ങളുടെ മോഹങ്ങൾ പൂവണിയാൻ ഇനി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? ഇവരുടെ മോഹങ്ങൾ പൂവണിയിക്കാൻ ബന്ധപ്പെട്ടവർ ഉടൻ ശ്രദ്ധിക്കണം.